അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യമാക്കപ്പെട്ട റമളാൻ നമ്മളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്കെല്ലാവർക്കും ഇത്രയും ദിവസം നോറ്റിയ നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ റമളാൻ മാസത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കുകയാണ് എങ്കിൽ അല്ലാഹു അതിനുള്ള ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ നടത്തിത്തരുന്നതാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഉള്ളവരാണല്ലേ? ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. ഇപ്പോൾ എനിക്കുള്ള ആവശ്യമല്ല വേറൊരാൾക്ക്. കടം വീടണം എന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ഒരു വീട് പണിയണം, അല്ലെങ്കിൽ വീടുണ്ട്, ആ വീട് ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അടയ്ക്കുന്നില്ല, കടത്തിൻ്റെ വക്കിൽ, ആത്മഹത്യ ചെയ്തേ പറ്റൂ, അതല്ലാതെ വേറൊരു വഴിയില്ല എന്ന് ഒരു നിവൃത്തിയുമില്ല, സഹായിക്കാൻ ആരുമില്ല. എന്തുമായിക്കോട്ടെ അല്ലാഹു സുബ്ഹാനഹു തആലയെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ റമളാൻ മാസത്തെ ആത്മാർത്ഥമായി മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു രണ്ട് ദിക്കർ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ചൊല്ലി നോക്കും. 7 ദിവസം മുടങ്ങാതെ ചെല്ലണം. ഒരൊറ്റ ദിവസം പോലും മുടങ്ങാൻ പാടില്ല. അതുമാത്രമല്ല, അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഇത് ചെല്ലാവുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നൊരു കാര്യം, ആരുടെയും ശല്യമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് ചൊല്ലാൻ ശ്രമിക്കണം. മറ്റുള്ള ചിന്തയിലോട്ട്, മറ്റുള്ള ശ്രദ്ധ ഒന്നും നമ്മൾക്ക് പോകാൻ പാടില്ല. നമ്മൾ ചെല്ലുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ട്, നമ്മുടെ കാര്യം അള്ളാഹു നിറവേറി തരും എന്നുള്ള ഒരു ഉറച്ച ദൃഢമായ വിശ്വാസത്തോടു കൂടി ചൊല്ലുക. അല്ലെങ്കിൽ ഒന്ന് ചൊല്ലി നോക്കാം, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു വിശ്വാസം ആർക്കും വേണ്ട. ഞാനിത് ചൊല്ലിയാൽ എനിക്ക് എൻ്റെ റബ്ബ്, എനിക്ക് എൻ്റെ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം മനസ്സിൽ കൊണ്ടുവരിക. എനിക്ക് തരും, ഇന്നല്ലെങ്കിൽ നാളെ തരും. അത് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഉറപ്പായിട്ടും അതിൻ്റെ ഉള്ള ഉത്തരം നമ്മൾ വിചാരിക്കാത്ത ഒരു സമയത്ത് അള്ളാഹു നമുക്കത് എത്തിച്ചു തരും. നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു സമയത്തായിരിക്കും നമ്മുടെ ആ കാര്യം നമ്മൾക്ക് എത്തിച്ചു തരുന്നത്. എന്താണ് ദിക്ർ ചെല്ലേണ്ടത് എന്ന് വെച്ചാൽ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ ദിക്ർ 1000 പ്രാവശ്യവും, പിന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ഈ ദിക്ർ 1000 പ്രാവശ്യം 7 ദിവസം മുടങ്ങാതെ ഇത് ചെല്ലണം. ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല. അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഇത് ചെല്ലാവുന്നതാണ്. ഇപ്പം തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു ദിക്ർ 1000 പ്രാവശ്യം, അല്ലെങ്കിൽ രണ്ടും ചെല്ലാൻ കഴിയുന്നവരാണ് എങ്കിൽ രണ്ടും 1000 വെച്ച് 1000, അങ്ങനെ 2000 ദിക്ർ ചൊല്ലിത്തീർക്കുക. അല്ലാതെ ഇപ്പം നമുക്ക് നമസ്കരിക്കാൻ കഴിയില്ല, അശുദ്ധിയുള്ള സ്ത്രീകളാണ് എങ്കിൽ അവരുടേതായ സമയം നോക്കി ചൊല്ലുക. ആത്മാർത്ഥമായിട്ട് ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എൻ്റെ ഇന്ന ഒരു ആഗ്രഹം എത്രയും വേഗത്തിൽ എനിക്ക് നടത്തി തന്നേ പറ്റൂ, ആ ഒരാഗ്രഹം മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് നിയത്ത് വെച്ച് ഒന്ന് ചൊല്ലി നോക്കുക. ഒരു 7 ദിവസം ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് എൻ്റെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല വളരെ പെട്ടെന്ന് തന്നെ നടത്തി തരുന്നതാണ്. ഹൈറായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു സമയത്തായിരിക്കും, നമ്മൾ വിചാരിക്കില്ല, നമ്മൾ ദുആ ചെയ്ത് അള്ളാഹുവിനോട് ചോദിക്കും. പക്ഷെ നമ്മൾ അതങ്ങ് മറന്നാൽ പോലും അല്ലാഹു സുബ്ഹാനഹു തആല അത് മറക്കുകയില്ല. നമ്മൾക്ക് എത്ര അത്യാവശ്യമുള്ള സമയമാണ് ആ ഒരു സമയത്ത് നമ്മളിലേക്ക് അത് എത്തിച്ചു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കൈവിടുകയില്ല എന്ന വിശ്വാസത്തോടു കൂടി ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിചാരിക്കുന്നത് പോലെ ഒരു ജീവിതം എനിക്കും കിട്ടും.
ഹൈറായിട്ടുള്ള ബർക്കത്തോടു കൂടിയുള്ള നല്ലൊരു ജീവിതം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകും, എൻ്റെ കുടുംബത്തിലും ഉണ്ടാകും എന്നൊരു വിശ്വാസത്തോടു കൂടി ഈ ഒരു കാര്യം ചെല്ലുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചം തരും. അതുവേണ്ടി നമ്മളെല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.